അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു വർഷം കഴിഞ്ഞിട്ടും വയനാട്ടിലെ മുണ്ടക്കായിയും ചൂരൽമലയും ഇപ്പോഴും നൊമ്പരത്തിന്റെ മണ്ണാണ്. 2024 ജൂലൈ 30 ആ രാത്രിയിൽ പെയ്ത മഴയും ഉരുൾപൊട്ടലും നൂറുകണക്കിന് ജീവനുകളെ കവർന്നെടുത്തു. ഇന്ന് 2025 ജൂലൈ 29 ആ ദുരന്തത്തിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ആ ഓർമ്മകൾ ഇപ്പോഴും രക്തം പൊടിയുന്നു. ഈ വീഡിയോ ആ ദുരന്തത്തിന്റെ വേദനയെ, നഷ്ടങ്ങളെ, പ്രത്യേകിച്ച് മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ തകർന്നുപോയ മാതാപിതാക്കളുടെ ഹൃദയഭേദകമായ കാഴ്ചകളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. കാലം മാറിയിട്ടും മുണ്ടക്കായിയിലെ ആ മണ്ണ് ഇപ്പോഴും കരയുന്നു. ആ ഉരുൾപൊട്ടലിൽ 200-ലധികം ആളുകൾ മരിച്ചു, പലരും കാണാതായി. കുട്ടികൾ, യുവാക്കൾ, വൃദ്ധർ എല്ലാവരും ആ മണ്ണിനടിയിൽ അടങ്ങി. വീടുകൾ തകർന്നു, പാലങ്ങൾ ഒലിച്ചുപോയി, ജീവിതങ്ങൾ ചിതറി. വയനാട്ടിലെ പച്ചപ്പ് നിറഞ്ഞ മലകൾ ഒരു രാത്രി കൊണ്ട് മരണത്തിന്റെ താഴ്വരയായി മാറി. റെസ്ക്യൂ ടീമുകൾ ദിവസങ്ങളോളം തിരച്ചിൽ നടത്തി മൃതദേഹങ്ങൾ കുഴിച്ചെടുത്തു. പക്ഷേ ചില ജീവനുകൾക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. ഇന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ദുരന്ത സ്ഥലത്ത് കുഞ്ഞുങ്ങളുടെ ഖബറുകളുണ്ട്. മരിച്ചവരെ ഒന്നിച്ചടക്കം ചെയ്തിരിക്കുന്നു. ആ ഖബറിടത്തിൽ ചെറിയ കുഴികൾ കുഞ്ഞുങ്ങളുടേത്. അവിടെ മാതാപിതാക്കൾ വരുന്നു, തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ കണ്ണീർ വാർത്ത്. ഒരു പ്രത്യേക കാഴ്ചയാണിത്. ഉപ്പയും ഉമ്മയും തങ്ങളുടെ കുഞ്ഞിന്റെ ഖബറിടത്തിൽ കളിപ്പാട്ടങ്ങൾ വയ്ക്കുന്നു. പ്ലാസ്റ്റിക് കാർ, ഡോൾ, ബോൾ, അവർക്ക് ഇനി കളിക്കാൻ കഴിയാത്തവ. മിഠായികൾ, ചോക്ലേറ്റുകൾ, കേക്കുകൾ, അവർക്ക് ഇനി രുചിക്കാൻ കഴിയാത്തവ. പെൻസിലുകൾ, നോട്ട്ബുക്കുകൾ, അവർക്ക് ഇനി എഴുതാൻ കഴിയാത്തവ. മഴയിലും ആ ടോയുകൾ അവിടെ നനഞ്ഞുകിടക്കുന്നു. മാതാപിതാക്കളുടെ നൊമ്പരത്തിന്റെ സാക്ഷികൾ. ആലോചിച്ചു നോക്കൂ ആ മാതാപിതാക്കളുടെ മനസ്സ്. രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിനെ വിളിച്ചുണർത്തിയിരുന്നവർ, ഉപ്പ, ഉമ്മ എന്ന് വിളിച്ച് ഓടിവരുന്ന കുഞ്ഞിനെ കാത്തിരുന്നവർ. ഇപ്പോൾ ആ വിളി മാത്രം മനസ്സിൽ മുഴങ്ങുന്നു. ആ ഉരുൾപൊട്ടലിന്റെ രാത്രി മണ്ണും വെള്ളവും ഇരച്ചു കയറിയപ്പോൾ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചവർ. പക്ഷേ പ്രകൃതി അനുവദിച്ചില്ല. ഇപ്പോൾ ആ ഖബറിടത്തിൽ അവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞേ, നിനക്കിഷ്ടമുള്ള ടോയ് കൊണ്ടുവന്നു, കളിക്കണോ എന്ന് മനസ്സിൽ പറയുന്നു. ആ കണ്ണുകൾ നിറയുന്നു, ഹൃദയം പൊട്ടുന്നു. ഒരു കുടുംബത്തിന്റെ കഥയോർത്താൽ, പനക്കടൻ കുടുംബം 5 അംഗങ്ങളെ നഷ്ടപ്പെട്ടു. ജമീലയുടെ ഭർത്താവ് മുഹമ്മദ് അലി, ഷാജഹാന്റെ മറ്റൊരു മകൾ ഹിന, എല്ലാവരും പോയി. ഇപ്പോൾ അവശേഷിക്കുന്നവർ ഏകാന്തതയുടെ ലാബിരിന്തിൽ കഴിയുന്നു. തൊഴിലില്ലായ്മ, മാനസിക ട്രോമ, സർക്കാർ സഹായത്തിന്റെ കുറവ് എല്ലാം അവരെ വേട്ടയാടുന്നു. അനാഥരായ കുട്ടികൾ, 7 കുട്ടികൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. അവർ ഇപ്പോൾ ബന്ധുക്കളുടെയും സംസ്ഥാനത്തിന്റെയും സംരക്ഷണയിൽ ജീവിക്കുന്നു. പക്ഷേ ആ ഓർമ്മകൾ അവരെ വിട്ടുമാറുന്നില്ല. ചൂരൽമലയിലും മുണ്ടക്കായിയിലും ജീവിതം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നവർ ഭയത്തിന്റെ നിഴലിലാണ്. ഒരു ചെറിയ മഴ പെയ്താൽ ആ ഓർമ്മകൾ തിരിച്ചുവരുന്നു. വീടുകൾ പുനർനിർമ്മിക്കാൻ, തൊഴിൽ കണ്ടെത്താൻ, മനസ്സിനെ ശാന്തമാക്കാൻ എല്ലാം ഒരു പോരാട്ടമാണ്. ദുരന്തത്തിന്റെ 1-ാം വാർഷികത്തിൽ മരിച്ചവർക്കായി പ്രാർത്ഥനകളും ആചാരങ്ങളും നടക്കുന്നു. പല കുടുംബങ്ങളിലും ഏക അവശേഷിക്കുന്ന അംഗമാണ് ആചാരങ്ങൾ നടത്തുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകരുന്നു. ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചാണ്. ഇന്നലെ വച്ചിരുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് മണ്ണിനടിയിൽ. മാതാപിതാക്കൾ തങ്ങളുടെ സ്വപ്നങ്ങൾ ഖബറിടങ്ങളിൽ വയ്ക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെ സഹായിക്കുക, ഓർമ്മിപ്പിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക. പക്ഷേ ആ വേദനയെ മായ്ക്കാൻ ഒന്നിനും കഴിയില്ല. കുഞ്ഞെ, നിന്റെ ഖബറിടത്തിലെ ആ ടോയ് നനഞ്ഞുകിടക്കുമ്പോൾ ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണീർ അതിനെ തൊടുന്നു. ആ കാഴ്ച നമ്മുടെ എല്ലാവരുടെയും ചങ്ക് തകർക്കുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടും വയനാട് കരയുന്നു, നമ്മളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.